പെരുമ്പടപ്പ് പുത്തമ്പള്ളി സെന്ററിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം വഴി കിഴക്കോട്ടുള്ള ഒരു റോഡിന്റെ 10 ദിവസം മുന്നേയുള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് റോഡല്ല, പുത്തമ്പള്ളിയുടെ അണ്ടറിൽ വരുന്ന ഒക്കഫ് റോഡാണ്. ഈ റോഡ് 10 ദിവസം മുന്നേ ഈ ഭാഗങ്ങളിലൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുണ്ടും കുഴികളുമാണ്. ഇത് മഴ പെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ടും ഞാൻ മറ്റൊരാളിൽ നിന്ന് കടമെടുത്ത വീഡിയോ ആയതുകൊണ്ടും ഇതിന് ക്ലാരിറ്റി എല്ലാം ഒരല്പം കുറവാണ്. എങ്കിലും ആ ഒരു പഴയ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് കരുതി. എന്നാൽ പുതിയ റോഡിന്റെ വളരെ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ റോഡ് ഏകദേശം പുത്തമ്പള്ളി സെന്ററിൽ നിന്നും തുടങ്ങി മണൽ മദ്രസയുടെ അടുത്തുള്ള ടി ജംഗ്ഷൻ വരെ 650 മീറ്റർ ആണ് ഇത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മെയിൻ്റനൻസ് നടന്നിട്ടുള്ളത് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് 15 അടി വീതിയിൽ 180 മീറ്റർ ഗ്രീൻ ഫ്രഷിന്റെ അവിടുന്ന് തുടങ്ങി ഏകദേശം പഴയ കോൺക്രീറ്റ് ഉള്ള ഭാഗം വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ആണ്ടുനീർച്ച കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും ചെയ്യാനുള്ള ശ്രമം നടക്കുമെന്നാണ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ റോഡിന് ഏകദേശം ഇത്രയും ഭാഗം 180 മീറ്റർ ചെയ്യാൻ വേണ്ടി 515 ചാക്ക് സിമെന്റ്, അതിന് വേണ്ട മെറ്റല്, അതുപോലെ തന്നെ കോൺക്രീറ്റ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ 4.5 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയിരുന്നത്. അത് 4 ലക്ഷം രൂപക്ക് 180 മീറ്റർ ആയെങ്കിൽ മൊത്തം കോൺട്രാക്ട് 20 ലക്ഷം രൂപയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് സാധാരണഗതിയിൽ ടാർ ഇടുന്നതിലും അതുപോലെ തന്നെ ഇന്റർലോക്ക് വിരിക്കുന്നതിലൊക്കെ ബെറ്റർ ആയിട്ട് തന്നെ ഒരു 10-15 കൊല്ലത്തേക്ക് ഈ കോൺക്രീറ്റ് റോഡിന് ഇപ്പോൾ ഈ ചെയ്ത വർക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു കേടും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രത്യാശയാണ്, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഏതായാലും നമ്മളുടെ നാട്ടിൽ പഞ്ചായത്ത് റോഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അവർക്കൊരു മാതൃകയാവണം. കാരണം പെരുമ്പടപ്പ് മുക്കിൻ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ പുത്തമ്പള്ളി സെന്ററിൽ നിന്നാവട്ടെ നമ്മൾ കിഴക്കോട്ടുള്ള വഴികളൊക്കെ വളരെ മോശമാണ്. ഇപ്പോഴും നോണക്കടവ് റോഡ്, പതിയറ സ്കൂളിന്റെ അധികം ബ്ലോക്ക് ഓഫീസിന്റെ അധികമുള്ള പഞ്ചായത്തിന്റെ മുന്നിലൂടെയുള്ള റോഡ്, അതുപോലെ തന്നെ പട്ടേരിയിലേക്കുള്ള റോഡ്, കുഴപ്പുള്ളിയിലേക്കുള്ള റോഡ്, എല്ലാ റോഡുകളും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ ഒരു ചെറിയ ഭാഗമാണെങ്കിലും 180 മീറ്റർ ആണെങ്കിലും യോഗ്യമാക്കിയതിൽ പെരുമ്പടപ്പ് പുത്തമ്പള്ളി കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ നമ്മുടെ പൊന്നാനി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ടൊക്കെ അഭിമുഖങ്ങളും സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അന്ന് പറഞ്ഞത് വെച്ച് 30 ലക്ഷം രൂപ നമ്മളെ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ MLA ഫണ്ട് പാസ്സായി കിടക്കുന്നുണ്ട്. എന്നാൽ വാട്ടർ അതോറിറ്റി ജലമിഷന്റെ ഭാഗമായിട്ട് പൊളിച്ച് പൈപ്പിട്ട ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡ് പുനഃസ്ഥാപിക്കും എന്നാണ് അന്ന് പഞ്ചായത്ത് പറഞ്ഞത്. എന്നാൽ വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മഴ ഒന്ന് നിന്ന് കിട്ടിയാൽ 2-3 ദിവസം മഴ നിന്ന് കിട്ടിയാലും നമ്മൾ വർക്ക് തുടരും, പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കും എന്നൊക്കെയാണ് അന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരുന്നത്. അത് 2 മാസം മുന്നേ. ഈ 2 മാസത്തിന് ശേഷം അതിനിടയിൽ 2-3 ദിവസമല്ല, ആഴ്ചകളോളം മഴയില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വാട്ടർ അതോറിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രതിഷേധം ഇവിടെ പ്രശ്നത്തിൽ കണ്ടിട്ടില്ല. അവസരോചിതമായി പറയാണ്, ആണ്ടുനീർച്ച 20-ാം തീയതി തുടങ്ങി കഴിഞ്ഞ് 24-ാം തീയതി വരെ ഉണ്ട്. മഹലിലുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കാനുള്ള വഴിയാണ് നിങ്ങൾ കണ്ടത്. മദ്രസയുടെ ബാക്കിലാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതായി കോൺക്രീറ്റ് ഇവിടെ വന്ന് മുട്ടുകയാണ്, പുതിയ കോൺക്രീറ്റ്. ഇനി പഴയ കോൺക്രീറ്റ്, ആ പഴയ മുന്നേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറങ്ങി പോകുന്നത്. ഇതും കൂടി എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടന്ന ഒരു സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഒരു 2-3 ദിവസം മഴയില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കും, അത് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ പണി നടക്കുമെന്നൊക്കെയാണ്. ആ ഒരു സംഭാഷണത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുക. ആ റോഡ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുള്ള കാര്യം നമ്മൾ മീറ്റിംഗിൽ പറഞ്ഞു. റോഡ് ലെവൽ ചെയ്ത് ടാർ ചെയ്ത് കൊടുത്തതിന് ശേഷം പഞ്ചായത്തിന്റെ ഫണ്ടയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ജലമിഷന്റെ അവരെ അതോറിറ്റി എന്നാണ് അവർ പറയുന്നത്. അതെ അതെ. അത് കാരണം നമ്മളിപ്പോ ഈ കുറച്ച് നാൾ മുമ്പാണ് ചെയ്തത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി അത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും താഴും. ഇപ്പൊ തന്നെ മഴയത്ത് ഒരു താഴ്ന്നു. അതെ, അല്ല ഇപ്പൊ തന്നെ ഒരു 30 താഴ്ന്നു നമ്മൾ ഇട്ടു. അതാണ് വീണ്ടും താഴ്ന്നേക്കണേ.
അത് കുറച്ചും കൂടി താഴും. ഇനിയിപ്പോ ടോപ്പ് അപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴാത്തൊരവസ്ഥയാവും. 2-3 മഴ കഴിഞ്ഞോടുകൂടി താഴില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അറിയാം. അപ്പോ മഴ കഴിയുന്നതോടുകൂടി എന്ന് പറയുമ്പോ ഒരു 4 മാസം കൂടി കഴിയേണ്ടി വരില്ല സാർ? 4 മാസം വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല ക്ലൈമറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൽ ചെയ്യാം. അതല്ലേ. അപ്പോ ഈ മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ നോക്കിയിട്ട് എന്തെങ്കിലും വർക്ക് നടത്താൻ പറ്റുമോ? ഉണ്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തിട്ടൊന്നും എടുത്തേ 2-3 കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴില്ലെന്നറിയാം. പിന്നെ ആണല്ലേ. ഇതിനധികം താഴെ ഉണ്ടാവില്ല. അത്യാവശ്യം താഴ്ന്നേക്കണത് 10-30 സെന്റിമീറ്ററിന് മേലെ താഴ്ന്നു കഴിഞ്ഞു. അപ്പൊ ഇനി താവാനുള്ള സാധ്യത ഇല്ല. ഇനി നിങ്ങളെ പണി കഴിഞ്ഞാല് ഉടനെ പഞ്ചായത്തിന്റെ പണി തുടങ്ങാന്നാണ് അവര് പറയുന്നത്. അതെ, അത് ചെയ്യിപ്പിക്കാം. ഓക്കെ, ശരി സാർ. ഓക്കെ, താങ്ക് യു.